അനോമി, ദ ബെസ്റ്റ് ഓഫ് മലയാളം സൈക്കോളജിക്കൽ ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാം. വേണമെങ്കിലല്ല, പറയാം. അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ഈ ഒരു പടം എടുത്തു വെച്ചിട്ടുള്ളത്. ആദ്യം മുതൽ തന്നെ ഞാൻ ഈ ഒരു പടം ഇറങ്ങിയ ദിവസം മുതൽ ഞാൻ ഈ റിവ്യൂസ് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് തന്നെ പല റിവ്യൂസസ് പറഞ്ഞിട്ടുള്ളത് ഒരു ഇഴയുന്നത് പോലെ തോന്നി എന്നുള്ളതൊക്കെ ഞാൻ കണ്ടു. കാര്യം, ഈ ഒരു പടം നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു സിനിമ എടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ആ സിനിമയെ പ്രേക്ഷകരുടെ മനസ്സുകളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് അതിലേറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചിലപ്പോൾ സിനിമ നന്നായിരിക്കാം, പക്ഷെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. പക്ഷെ ഈ ഒരു സിനിമ, നമ്മളൊരു സിനിമയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് ആ സിനിമയുടെ അണിയറ പ്രവർത്തകരുടോ അതിൽ അഭിനയിച്ചിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ഇമോഷണൽ ടച്ച് വരുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യേണ്ട ആവശ്യമില്ല. ആ സിനിമയുടെ സോൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കി ആ സിനിമയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. വേണ്ടവർക്ക് പ്രോത്സാഹിപ്പിക്കാം, അല്ലാത്തവർക്ക് ഡീഗ്രേഡ് ചെയ്യാം, ഒക്കെ ചെയ്യാം. അതിനുള്ള അവകാശവും എല്ലാം ഉണ്ട്. പക്ഷേ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടതുപോലെ ഒരു അംഗീകാരമോ പ്രോത്സാഹനമോ കിട്ടുന്നത് ഞാൻ കണ്ടില്ല. കാരണം ഒരു അഞ്ചാം പാതിര ശേഷം, ഒരു മെമ്മറീസ്, ദൃശ്യം ശേഷം, അതുപോലെ തന്നെ മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള ഒട്ടുമിക്ക നല്ല സൈക്കോളജിക്കൽ ത്രില്ലറുടെ കൂടെ തന്നെ എടുത്തു വെക്കാൻ പറ്റിയ ഒരു നല്ലൊരു സിനിമയാണ് അനോമി. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭാവനയുടെ പ്രൊഡക്ഷൻ കമ്പനിയിൽ വരുന്ന, അതേപോലെ തന്നെ മരണപ്പെട്ടു പോയിട്ടുള്ള CJ റോയ്, അദ്ദേഹം ഇതിൽ പ്രൊഡക്ഷൻ ടീമാണ്. ഗ്രേറ്റ്. ഇങ്ങനൊരു സിനിമ എടുക്കാൻ ധൈര്യം കാണിച്ചത് സയൻസ് ഫിക്ഷൻ എന്ന് പറയുന്നത് ശരിക്കും ഇതിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്കൊക്കെ നമുക്ക് അത് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ സിനിമയുടെ ഒരു മൂമെന്റ് എന്നുള്ളത്. ശരിക്കും ആസ്വദിക്കാം, അത്രയ്ക്ക് ആസ്വദിക്കാൻ പറ്റുന്ന, ഇപ്പം പ്രഗത്ഭനായി കഴിഞ്ഞ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന, അതുപോലെ തന്നെ ഈ ഒരു സിനിമ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തണം, അല്ലെങ്കിൽ പ്രേക്ഷകർ സ്വീകരിക്കണം എന്നുള്ളത് ശരിക്കും ആഗ്രഹിച്ചു പോവുകയാണ്. അത്രയ്ക്ക് നല്ലൊരു ഗംഭീര ത്രില്ലർ സിനിമയാണ് അനോമി എന്ന് പറയുന്ന സിനിമ. ഇതിൽ അഭിനയിച്ചിട്ടുള്ള ഭാവന, ഇറ്റ്സ് എ ഗ്രേറ്റ് ആക്ട്രസ്. ഭാവനയുടെ കഴിവ് നമുക്ക് പുതിയതായിട്ടൊന്നുമില്ല. ഭാവന എന്താണോ അതിൽ, ഭാവനയുടെ ആക്ടിങ് സ്കിൽ എന്താണോ അത് തന്നെയാണ് ഇതിലുള്ളത്. അല്ലാതെ പ്രത്യേകിച്ചിട്ടൊന്നും തന്നെ ഇല്ല. നല്ല രീതിയിൽ തന്നെ ഭാവന അത് പെർഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ റഹ്മാൻ, അദ്ദേഹത്തിൻ്റെ ഒരു ക്ലാസിക്കൽ പെർഫോമൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ വിഷ്ണു അഗസ്ത്യ എന്ന് പറയുന്ന ആക്ടറുണ്ട്, ബിനു പപ്പു, എല്ലാവരും ഒന്നിനൊന്നോട് മെച്ചപ്പെട്ട അഭിനയം തന്നെയാണ് ഇതിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. അതേപോലെ എടുത്തു പറയേണ്ടത് ഡയറക്ഷൻ. റിയാസ് മരത്ത് എന്ന് പറയുന്ന നമ്മുടെ 2018 അദ്ദേഹം നീലി എന്ന് പറയുന്ന സിനിമയൊക്കെ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് എ ഗ്രേറ്റ് ഒരു ഡയറക്ടർ എന്നുള്ള ലെവലിലേക്ക് ഇദ്ദേഹത്തിന് എത്താൻ പറ്റുമെന്നുള്ളത് അനോമി എന്ന് പറയുന്ന സിനിമ നമുക്ക് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മൂവിയാണ് അനോമി. എല്ലാവരും കാണുക. അല്ല ഈ അടുത്തിടെയായിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരുപാട് ഡീഗ്രഡേഷൻ, മീൻസ് ഒരുപാട് ലോ ലെവലിലുള്ള സിനിമകളൊക്കെ വന്നു പോയി ബോക്സ് ഓഫീസിൽ. 10 പൈസക്ക് കൊള്ളാത്ത സിനിമയ്ക്ക് വരെ പ്രൊമോഷനും അതേപോലെ ഹൈപ്പും കിട്ടിയ സിനിമകൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതുപോലെ ഈ ഒരു സിനിമ എടുക്കരുത്. ഈ ഒരു സിനിമ ഈസ് എ ക്ലാസിക്കൽ ത്രില്ലർ. എല്ലാവരും കാണുക. റിവ്യൂസിൻ്റെ ഭാഗത്തുനിന്നും അത്രയേറെ നല്ല റിവ്യൂസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഈ ഒരു സിനിമ അത്രയേറെ മികച്ച സിനിമയായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിയിട്ടുള്ള സിനിമയാണ് ഇത്. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, ഇത് ഒരു 4K അറ്റ്മോസ് 2K അറ്റ്മോസ് ഉള്ള തിയേറ്ററിൽ പോയി കാണുക. സൗണ്ട് മിക്സിങ് കാര്യങ്ങളൊക്കെ ഇതിൽ അത്രത്തോളം പണി വെച്ചിട്ടുണ്ട്, അത്ര വൃത്തിയായിട്ട് പണി വെച്ചിട്ടുണ്ട്. അത് കാണണം, അത് ഫീൽ ചെയ്യണം. അതിന് 4K അറ്റ്മോസ് മസ്റ്റാണ്. അത് പറ്റുമെങ്കിൽ 4K അറ്റ്മോസ് അല്ലെ 2K അറ്റ്മോസ് ഉള്ള തിയേറ്ററുകളിൽ മാത്രം പോയി കാണുക. ഞാനൊരു 2K അറ്റ്മോസിലാണ് കണ്ടത്. ഇറ്റ്സ് എ പെർഫെക്റ്റ്, ക്രിസ്റ്റൽ ക്ലിയർ ആണ് സൗണ്ട്സും കാര്യങ്ങളും, മിക്സിങ് കാര്യങ്ങളൊക്കെ. അതേപോലെ തന്നെ എഡിറ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ കിരൺ ദാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതേപോലെ തന്നെ മ്യൂസിക് ഹർഷവർദ്ധൻ രാമേശ്വർ എന്ന് പറയുന്ന ആളാണ്. സിനിമാറ്റോഗ്രാഫി സുജിത് സാരംഗ്. ഇറ്റ്സ് എ പെർഫെക്റ്റ് ഡീൽ. അദ്ദേഹത്തിൻ്റെ കൈകാര്യം ഈ സിനിമയിൽ ആദ്യം മുതൽ അവസാനം വരെ നമുക്ക് കിട്ടും. അത് നിങ്ങൾ ഫീൽ ചെയ്യണം. ഫീൽ ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്.
അപ്പം മിസ്സാക്കരുത്. ഇതൊരു തിയേറ്ററിൽ നിന്ന് പോയിട്ട് മൊബൈലിൽ വന്നിട്ടോ അല്ലെങ്കിൽ OTTയിൽ വന്നിട്ടോ കാണാം എന്ന് വിചാരിക്കരുത്. 100% തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. പോയി കാണുക, ആസ്വദിക്കുക.